മത്തായി 4-ാം അധ്യായം 4-ാം വാക്യം. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 40 ദിവസം ഉപവസിച്ച് തന്റെ ദൗത്യ നിർവഹണത്തിനായി സജ്ജനായി വന്ന യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്ന സംഭവമാണ് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നാമതായി കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ പറയുന്നു. രണ്ടാമതായി ഗോപുരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടാൻ ആവശ്യപ്പെടുന്നു. മൂന്നാമതായി ലോകത്തിലെ സർവ്വതും കാണിച്ച് വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞ് സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കുന്നു. സാത്താനെ എന്നെ വിട്ടുപോ എന്ന് കർത്താവ് പിശാചിനെ ശാസിക്കുന്നു. ഈ 3 പരീക്ഷണ ഘട്ടത്തിലും ക്രിസ്തു വചനം കൊണ്ട് സാത്താനെ ജയിക്കുന്നു. പ്രലോഭനങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന പലരുടെയും ജീവിതം പരിശോധിച്ചാൽ പരാജയത്തിൽ തകർന്നടിയുന്നത് കാണാം. വചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തുണ്ടാകൂ. ദൈവഭയത്തോടെ ജീവിച്ച യോസഫിന്റെ ജീവിതവും ഒരു ഉദാഹരണമാണ്. വചനത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലും ഉണ്ടാകും. ഈ നോമ്പുകാലം വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം ചിലവഴിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.